മാഡം നമ്മളിവിടെ? ഗാഥയും ശ്രീനിവാസും ഒക്കെ ഇവിടെയുണ്ട്. അതിനെന്താ? കൃഷ്ണ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോ എനിക്ക് തൽക്കാലം ഗാഥയും കൂട്ടിക്കൂടെ പോയേ പറ്റൂ. എത്തി. എവിടെ നീയാ? ആ ഹാളിന്റെ പിറകില് 2-3 മുറികളുണ്ട്. ഞാൻ അവിടെയുണ്ട്. അവളെ അങ്ങോട്ടേക്ക് വിട്ടാ മതി. പിന്നെ അവിടെ നിൽക്കുന്നവരാരും അവളെ കാണരുതെന്ന് അവളോട് പ്രത്യേകം പറയണം. ശരി മോളെ, നീ ഈ വഴി അകത്തേക്ക് കയറിക്കോ. ഹോളിന്റെ പുറകില് ഒരു റൂമില് മോളുണ്ട്. ഒന്ന് ചെല്ലുകുട്ടി, സമയമില്ല. ആരും കാണാതെ വേണം പോങ്കട്ടോ. നോക്ക്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഈ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രം മതി. ഇനി ചെറുക്കൻ അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇനി തലക്കുറികൾ പരസ്പരം കൈമാറിക്കോളൂ. എന്റെ നാഗദേവതകളെ, ഈ നിമിഷത്തിൽ പോലും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനാ? വിവാഹത്തെക്കുറിച്ച് എന്റെ മനസ്സിൽ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. അപ്പൊ ഇനി മോതിരം കൈമാറാം. നീ ഒന്ന് പറയുന്നതനുസരിക്ക്. ഇപ്പൊ നീ ഇതിനെ സമ്മതിച്ച നിനക്ക് നിന്റെ നവീനെ എന്നേക്കായിട്ട് നഷ്ടപ്പെടും. ഇനി രണ്ടുപേരും മോതിരം മാറിക്കോളൂ.
മിസ്റ്റർ ശ്രീനിവാസ്. എന്താ എന്താ സാർ? ഇത്രയും സംഭവങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് സംഭവിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അത് ഇന്നീ ഫംഗ്ഷൻ നടക്കുന്നുണ്ടാ, ഇത് കഴിഞ്ഞിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് കരുതി. അതത്ര നല്ല രീതിയാണെന്ന് ശ്രീനിവാസ് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കത്തിക്കുത്തേറ്റ മനുഷ്യൻ നിങ്ങളുടെ തൊട്ടടുത്ത പറമ്പിൽ വീണെടുക്കായിരുന്നു. നേരം വെളുക്കുന്നവരെ ചോര വാർന്നൊലിച്ച്. സ്ഥലത്ത് നിന്ന് ഞാൻ പരിശോധിച്ചപ്പോ മുറിവിലുള്ള ചോരപ്പാടുകള് നിങ്ങളുടെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. എനിക്ക് എന്റെ മകളെ രക്ഷിക്കണ്ടേ സാർ? അതുകൊണ്ട് മറ്റൊരാളെ കൊല്ലാനുള്ള അവകാശം ശ്രീനിവാസനുണ്ടോ? ഹോസ്പിറ്റലിൽ അയാൾ മരണാസന്നായി കിടക്കുക. ഏത് നിമിഷവും അയാളുടെ മരണം സംഭവിക്കാന്നാ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അയാളെ കണ്ടെത്തുമ്പോ അയാൾ പറഞ്ഞ ഒരേ ഒരു മൊഴി അയാളെ ആക്രമിച്ചത് നിങ്ങളാണെന്നാ. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച അത് തന്നെയാണ് അയാളുടെ മരണമൊഴി. അതിനർത്ഥം നിങ്ങളൊരു കൊലപാതക കുറ്റം ചെയ്തു. സാർ,